ഹായ് ഓൾ, വെൽക്കം ടു ടെഡ് ലൈബ്രറി. അപ്പോൾ നമുക്കിന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. ഇതിൽ പറയുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പ്രഷൻസ് ഫ്രീലി നമ്മുടെ അടുത്ത് തുറന്നു പറയാനുള്ള ആളുടെ ഒരു നീഡ് വർക്കർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വർക്കർ പേർപ്പസ്ഫുള്ളി വേണം ആ ക്ലയൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളിനെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറരുത്. ഇപ്പോൾ ക്ലയൻറ്റ് ഭയങ്കര സങ്കടത്തോടുകൂടി വളരെ വിഷമിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മളും തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിന് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു വിശ്വാസക്കുറവ് വരും. സോ ഒരു പ്രൊഫഷണൽ വേയിൽ വേണം നമ്മൾ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ പെരുമാറും. അതുപോലെ തന്നെ ക്ലയൻറ്റിന് തിരിച്ചും എക്സ്പ്രഷൻസ് പേർപ്പസ്ഫുള്ളി പറഞ്ഞ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. അടുത്ത പ്രിൻസിപ്പിളാണ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. ഒരു സോഷ്യൽ വർക്കർ എപ്പോഴും ആളുടെ പേഴ്സണൽ ഫീലിങ്സ് ഒരു സെറ്റിങ്സിലേക്ക് കൊണ്ടുവരരുത്. ക്ലയൻറ്റിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് ആയിരിക്കണം തിരിച്ച് ക്ലയൻറ്റിന് ഒരു വർക്കർ നൽകേണ്ടത്. അതല്ലാതെ ഭയങ്കര ഓവറായിട്ട് ഇമോഷണലി ഇൻവോൾവ് ചെയ്തിട്ട് ആയിരിക്കരുത് ഒരു സെറ്റിങ്സിൽ വർക്കർ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്, തിരിച്ചും വർക്കർ തിരിച്ചും അതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതല്ലെങ്കിൽ അത് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ആവുകയോ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ്നെസ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഇമോഷൻസ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ മുന്നിലേക്ക് നമ്മൾ വെക്കരുത്. എപ്പോഴും നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മളൊരു സെറ്റിങ്സിൽ പ്രവർത്തിക്കാൻ. അടുത്ത പ്രിൻസിപ്പിളാണ് ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് ഈസ് ബേസിക്കലി ദ റെക്കഗ്നിഷൻ ഓഫ് ക്ലയൻറ്റ്സ് ഡിഗ്നിറ്റി, വർത്ത്, ഇക്വാലിറ്റി, ബേസിക് റൈറ്റ്സ് ആൻഡ് നീഡ്സ്. ഇറ്റ് ഡസൻറ്റ് മീൻസ് ദ അപ്രൂവൽ ഓഫ് ക്ലയൻറ്റ്സ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഓർ സ്റ്റാൻഡേർഡ്സ്. സോ ബേസിക്കലി ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻറ്റ് എങ്ങനെയാണോ ആളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉൾപ്പെടെ ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിനെ മൊത്തത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ ക്ലയൻറ്റ് ഇങ്ങനെ ആയിരിക്കണം, ആളിങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഡിഫറെൻ്റാണ്, അവരുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കും. സോ അവരെ മൊത്തത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ പ്രോബ്ലം അവരുടേതായ രീതിയിൽ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരിക്കലും ആളുടെ ബിഹേവിയറിന് നമ്മൾ അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനും സ്റ്റാൻഡേർഡ്സിനും ഒക്കെ നമ്മൾ അപ്രൂവ് ചെയ്യുക, അതൊന്നല്ല. എങ്ങനെയാണോ ആ വ്യക്തിയുള്ളത് ആ വ്യക്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് നെഗറ്റീവാകാം, പോസിറ്റീവായിരിക്കാം. കൂടുതൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ആ പ്രോബ്ലം ആ വ്യക്തിയുടെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ആക്സെപ്റ്റൻസ്. അടുത്ത പ്രിൻസിപ്പിളാണ് ഇൻഡിവിജ്വലൈസേഷൻ. ഇവിടെ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസും യുണീക്കാണ്. ഇപ്പോൾ നമ്മൾ പറയും ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവരുടെ തമ്പ് പ്രിൻറ്റിൽ വരെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. അത് എല്ലാ മനുഷ്യരുടെ കാര്യത്തിലുള്ള കാര്യമാണ്. എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ക്വാളിറ്റീസും സ്കിൽസും അതുപോലെ തന്നെ പ്രോബ്ലംസും ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കൊരിക്കലും പ്രോബ്ലത്തിൻ്റെ സിമിലാരിറ്റീസ് വെച്ച് എല്ലാ വ്യക്തികളും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ സെയിം പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും അത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന രീതിയും അതുപോലത്തെ അതിൻ്റെ എഫക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സോഷ്യൽ വർക്കിൽ. സോ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ ജനറലൈസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കരുത്. എപ്പോഴും ആളുടെ ആ ഒരു വ്യക്തിയുടെ അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ വർത്തും ഡിഗ്നിറ്റിയും ക്വാളിറ്റീസും ആളുടെ വേ ഓഫ് തോട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു യുണീക്ക് ടേസ്റ്റിൽ അല്ലെങ്കിൽ യുണീക്ക് ക്വാളിറ്റീസ് ആളുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് വേണം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അടുത്ത പ്രിൻസിപ്പിളാണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ പ്രൈവസിയാണ്. നമ്മുടെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വരുമ്പോൾ ക്ലയൻറ്റിന് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും
അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യില്ല, അതല്ലെങ്കിൽ അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല എന്നുള്ളത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഒരു എത്തിക്കൽ ഒബ്ലിഗേഷൻ കൂടിയാണ് വർക്കറിൻ്റെ. ഇത് എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വർക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതൊന്നെങ്കിൽ നമ്മുടെ സെയിം പ്രൊഫഷനുള്ളവരോ അതല്ലെങ്കിൽ നമുക്ക് ക്ലയൻറ്റിന് കൂടുതലായിട്ട് എന്തെങ്കിലും ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുന്ന ഗ്രൂപ്പും. അവരുടെ അടുത്ത് മാത്രമാണ് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വേറൊരു ക്ലയൻറ്റിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലയൻറ്റിൻ്റെ പ്രൈവസി അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതെപ്പോഴും സീക്രട്ടായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട ഇൻഫർമേഷൻസ് ആയിരിക്കണം. അടുത്ത പ്രിൻസിപ്പിളാണ് ക്ലയൻറ്റ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഇതിൽ പറയുന്നത് എപ്പോഴും ക്ലയൻ്റ് ആയിരിക്കണം അയാളുടെ പ്രശ്നത്തിന് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അവിടെ വർക്കറിനുള്ള ആകെ കൂടിയുള്ള ജോലി എന്ന് പറയുന്നത് അതിനുള്ള നീഡ്സ് മീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ പ്രിപ്പയർ ചെയ്യിക്കുക, അതല്ലെങ്കിൽ ഒരു പ്രാപ്തരാക്കുക. അതാണ് വർക്കറിൻ്റെ ഡ്യൂട്ടി. അവിടുത്തെ ക്ലയൻ്റ് ആയിരിക്കണം ഫൈനലി ആ ഒരു പ്രോബ്ലത്തിനുള്ള ഡിസിഷൻസ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ ക്ലയൻറ്റിന് ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പ്രോബ്ലത്തെ ആൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു ക്ലയൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ വീണ്ടും ആ പ്രശ്നം അറൈസ് ചെയ്ത് വരികയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിന് സ്വയം കഴിയും. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ വർക്കിലെ പ്രിൻസിപ്പിൾസ്. താങ്ക് യു.